ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ എസ് ഡിയുടെ എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുന്ന എത്ര പേരുണ്ട് ഈ കൂട്ടത്തില്? അപ്പോൾ എസ് ഡിയുടെ എയർ ഫിൽറ്റർ മിക്കവാറും ഉള്ളവർക്ക് അറിയാം, ഒരു പ്രത്യേക തരത്തിലുള്ള എയർ ഫിൽറ്ററാണ്. നമുക്ക് പെട്ടെന്ന് അടുത്തൊന്നും വാങ്ങിക്കാനും കിട്ടത്തില്ല. അഥവാ വാങ്ങിക്കാൻ കിട്ടിയാൽ നമുക്ക് അതിന്റെ ഫുൾ സെറ്റ് സാധനമാണ് കിട്ടുന്നത്. പിന്നെ ചിലർ ഈ പാത്രം കഴുകുന്ന സ്ക്രബറൊക്കെ അതിനകത്ത് കയറ്റി ഫിൽറ്റർ പോലെ യൂസ് ചെയ്യാറുണ്ട്. അതൊന്നും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്രദമാകത്തില്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് നമുക്ക് എയർ കറക്റ്റ് ആകുക. എയർ കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിലും വണ്ടിക്ക് പ്രശ്നമാണ്, എയർ കൂടുതൽ കിട്ടിയാലും പ്രശ്നമാണ്. അപ്പം പ്രോപ്പറായിട്ടുള്ള എയർ കറക്റ്റായിട്ട് ചെന്നാലേ നമുക്ക് പക്കയായിട്ട് കാർബറേറ്റർ ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ശ്വാസം എടുക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ വണ്ടിക്ക് ഉണ്ടാകാറുണ്ട്. അത് എയർ ഫിൽറ്റർ പ്രോപ്പർ ആക്കുക എന്നുള്ളതാണ്. എയർ ഫിൽറ്റർ പ്രോപ്പർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡിഫറൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എസ് ഡിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എയർ ഫിൽറ്ററാണ്. അതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ടുപിടിച്ച ഒരു പുതിയൊരു മാർഗ്ഗമാണ്. ഇത് നല്ല രീതിയിൽ റിസൾട്ട് ഉള്ളതാണ്. നിങ്ങൾ ആർക്കെങ്കിലും ചെയ്ത് നോക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിക്കോ. ഞാനത് എങ്ങനെ അത് ചെയ്യുന്നത് നിങ്ങളെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയിൽ വന്നത്. ഇപ്പോൾ നമ്മുടെ എസ് ഡിയുടെ എയർ ഫിൽറ്റർ, അതായത് ഒറിജിനൽ എയർ ഫിൽറ്ററാണ്. ഒറിജിനൽ എയർ ഫിൽറ്റർ അവസ്ഥ ഇതാണ്, കണ്ടോ? ഇങ്ങനെ ഇരിക്കുന്ന ഒരു എയർ ഫിൽറ്ററാണ്. ഇതാരും റീപ്ലേസ് ചെയ്യാറില്ല, ഇതിൻ്റെ എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യാറില്ല. എല്ലാ വണ്ടികളുടെ എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യാൻ ഒരേ കിലോമീറ്റർ പറയാറുണ്ട്. നമ്മുടെ ഈ കാണുന്ന എസ് ഡിയുടെ ഒക്കെ എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുന്നത് വളരെ കുറവ് ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ഇത് എയർ ഫിൽറ്റർ നമ്മളിത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫുൾ സെറ്റ് സാധനമാണ് വാങ്ങിക്കുന്നത്. ഇത്രയും സാധനം വാങ്ങിച്ചാണ് കയറ്റുന്നത്. ഇതിനകത്ത് ഹോൾസൊക്കെ വലുതാണ്. ഈ എയർ ഫിൽറ്ററിലുള്ള അവസ്ഥ ഞാനൊന്ന് കാണിച്ചു തരാം. ഈ എയർ ഫിൽറ്ററിൻ്റെ ബോക്സിനകത്തുനിന്ന് വരുന്ന സാധനം കണ്ടില്ലേ, കണ്ടോ? ഇത്ര അഴുക്കും ചെളിയാണ് ഇതിനകത്തിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മുടെ വണ്ടി പ്രോപ്പർ ആകത്തില്ല. അതിനൊരു സൊല്യൂഷനാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. കാരണം ഈ കാണുന്നത് നമ്മുടെ പ്ലംബിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന 4 ഇഞ്ചിൻ്റെ ഒരു എൻഡ് ക്യാപ്പാണ്. ഈ ഒരു എൻഡ് ക്യാപ്പിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഫിൽറ്റർ ഇതാണ്ട് നിങ്ങൾക്ക് ഏത് ഉപയോഗിക്കാം, ഇന്നത് വേണമെന്ന് നമ്മൾ പറയുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ KNO യൂണിയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫിൽറ്റർ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഫിൽറ്ററാണ്. ഇതാകുമ്പോൾ നമുക്ക് ഈ ഫിൽറ്റർ നമ്മുടെ ഒരു കിലോമീറ്റർ കണക്കാക്കി നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. സിമ്പിളായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന, ഊരാനും എടുക്കാനും പറ്റുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതിൻ്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന ഒരെണ്ണം കാണിച്ചു തരാം. ഇത് നമ്മുടെ ഒറിജിനൽ എൻഡ് ക്യാപ്പ്. ഇത് നമ്മൾ മേക്ക് ചെയ്തതാണ്, നമ്മുടെ എയർ ഫിൽറ്ററായിട്ട് മേക്ക് ചെയ്തത്. ഇതിനകത്ത് വേറെ മാറ്റങ്ങളൊന്നും വരുത്തണ്ട, വണ്ടിയിലൊന്നും ഒരു മാറ്റം വരുത്തണ്ട. നിങ്ങൾ എൻഡ് ക്യാപ്പിൻ്റെ നടുക്ക് ഇവിടെ ഒരു ഹോൾ ഇടുക. ഹോൾ ഇട്ടതിന് ശേഷം ഇതേപോലെ ഫിൽറ്റർ ഇതിനകത്ത് ആഡ് ചെയ്യുക. ഇവിടെ നമ്മളൊരു കെട്ടുകളാമ്പിട്ട് ഇത് സെറ്റ് ചെയ്യുക. ഇത്രയുള്ള പരിപാടി, വേറെ കാര്യങ്ങളൊന്നുമില്ല. എന്നിട്ട് ഈ സാധനം നമുക്ക് ഇതിനകത്തായിട്ട് സിമ്പിളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. വിഷ്ണു അതിനകത്ത് നമ്മുടെ പഴയ ജിക്കോവ് പാക്കോ പോലുള്ള കുറ്റി കാർബറേറ്റർ ഉണ്ട്. ആ കാർബറേറ്ററിൻ്റെ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ സ്ലൈഡർ തേഞ്ഞ് പോകുന്നതാണ് ആകെയുള്ള ഇഷ്യൂസ്. അതിൻ്റെ സ്ലൈഡർ തേഞ്ഞ് പോകുന്നതിൻ്റെ മെയിൻ കാരണം ഈ ഒരു എയർ ഫിൽറ്ററിൻ്റെ പ്രോബ്ലം തന്നെയായിരുന്നു. അതൊരു കമ്പനി ഇഷ്യൂസ് തന്നെയായിരുന്നു. ഈ എയർ ഫിൽറ്ററിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് ഇത്രയും പൊടി കയറിയിട്ടാണ് ആ സ്ലൈഡർ തേഞ്ഞ് പോകുന്നത്. അതുകൊണ്ടാണ് അതിന് ആ ഒരു കംപ്ലയിൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവർ ഇതിന് ആരും ഒരു ചേഞ്ച് വരുത്തിയിട്ടില്ല. അപ്പോൾ ഇങ്ങനൊരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് കാർബറേറ്ററിന് നല്ല ലൈഫായിരിക്കും, വണ്ടി പക്കയായിട്ട് ട്യൂൺ ആവുകയും ചെയ്യും, നമുക്ക് ആ വണ്ടി നല്ല വൃത്തിയായിട്ട് ഓടിക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ഇതാണ്ട് ഇത് ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഈ സാധനമാണ് കണ്ടോ, നിങ്ങൾ വേണമെന്ന് കണ്ടോ ഈ സാധനം. ഇത് നമ്മളെ പെയിൻറ്റ് അടിച്ചെന്നുള്ളൂ. പെയിൻറ്റ് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല ഇത് ഏതാ സാധനം, ഇത് എൻഡ് ക്യാപ്പാണോ എന്നൊന്നും അറിയത്തില്ല. നമുക്ക് ഇഷ്ടമുള്ള കളർ അടിക്കാം. ഇത് നമ്മളിത് ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഇത് പക്ക റെഡി ഫിറ്റാണ്, ഒരു മാറ്റവും വരുത്തണ്ട, പക്ക സീറ്റിങ്. അതേ നോക്ക്, നമ്മുടെ എയർ ഫിൽറ്റർ സെറ്റിങ് കഴിഞ്ഞ് നമ്മളിനി നട്ടിട്ട് മുറുക്കുക. അപ്പോൾ ഇത്രയുള്ള സംഭവം നമുക്ക് വേണ്ട. എയർ ഫിൽറ്ററിൻ്റെ ഇഷ്യൂസ് പരിഹരിക്കാൻ ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും വേഗം പോയി എയർ ഫിൽറ്റർ പ്രോബ്ലം ഒക്കെ ഉള്ളവർ വേഗം മാറ്റി ഇതേ പരിപാടി ചെയ്തേ. വലിയ ചിലവൊന്നുമില്ല. അങ്ങേറ്റം പോയി നമുക്ക് എല്ലാം കൂടെ ഒരു ഏറ്റവും നല്ലൊരു കമ്പനി എയർ ഫിൽറ്റർ വാങ്ങിക്കുന്നതിൻ്റെ പൈസ മാത്രമേ അതിനകത്ത് ചിലവാകത്തുള്ളൂ. അതുകൊണ്ട് ചെറിയ പൈസയ്ക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.